الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله رسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. الصلاة والسلام على من لا نبي بعده الذي أنزل عليه الفرقان العليم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حفيظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. خير القرآن قرني ثم الذين يلونهم ثم الذين يلونهم ثم الذين يلونهم. هذا الزمان الذي كنا نحاذرها في قول كعب وفي قول ابن مسعود. هذا الزمان الذي كنا نحاذرها في قول كعب وفي قول ابن مسعود. دهرا به الأقمر ضدا بأجمعه والليل والبغي فيه غير مردود. إن كان هذا ولم يحدث له غيره لم يبق ميت ولم يفرح المولود. سربر سريزان بيعطاء وفرح بيار مربنا
قلت أسأل الله أن يرزقك من كالذي كان صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ആദരണീയരായ നമ്മുടെ മഹല്ലി ജമാഅത്തിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയരായ ഖതീബും എന്റെ പ്രിയങ്കരനായ സഹോദരനും ഒക്കെയായ ആദരണീയരായ ആബിദ് ഹുദവി ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത മഹത്തുക്കളെ, അടുത്ത മഹല്ലി ജമാഅത്തുകളുടെ ഭാരവാഹികളെ, ആദരണീയരായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ വെച്ച് മഹാനായ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ ദിക്റ് ദുആ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, ദുആ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിനല്ല എഴുന്നേറ്റുന്നത്, പ്രസംഗത്തിന്റെ അവസരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ കാരണം 2-3 ദിവസം മുമ്പ് ഒരു 11 മണിക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ വയലൊക്കെ കഴിഞ്ഞ് യാതൊരു അനക്കം പോലും ഇവിടെയില്ല. 3-4 അല്ലെങ്കിൽ ഒരു 10-ൽ താഴെ ചെറുപ്പക്കാർ മാത്രം പലയിടങ്ങളിലായി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ ദിവസവും ഈ സമയമാകുമ്പോഴേക്ക് വയലൊക്കെ അവസാനിക്കാറുണ്ട്. അവസാനിക്കാറുള്ള സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നർത്ഥം. എത്താൻ താമസിച്ചു പോയത് ഇന്ന് കേരളം മുഴുക്കയും അനുഭവിച്ച ഹർത്താലാണ് അതിന്റെ കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹർത്താൽ ആഹ്വാനം ചെയ്ത പാർട്ടിക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് എന്നതും നേരത്തെ യാത്ര തുടങ്ങാൻ പ്രയാസമായി എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആമുഖമായി ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ചുക്കാവ തന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഉറക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് തോന നേരം നിങ്ങളെ ഇരുത്താനുള്ള പരിപാടിയാണ്. അതല്ല, ഇത് പിരിഞ്ഞു പോകുന്നതിനോടനുബന്ധിച്ചുള്ള കട്ടൻ ചായയുടെ സ്ഥാനത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഭക്ഷണം വൈകാതെ നിങ്ങൾക്ക് എത്തും. എന്റെ ആഗ്രഹം ഭക്ഷണം ഇപ്പൊ തന്നെ കൊടുക്കലാണ്. കൊടുത്താൽ സൗകര്യമുള്ള ആളുകൾക്കൊക്കെ പോവാം, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇരിക്കുകയും ചെയ്താൽ മതി. ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കൂടുതലൊന്നും പറയുന്നില്ല. വളരെ ഗൗരവമുള്ളൊരു വിഷയം. വളരെ ചെറിയ മനുഷ്യൻ അറിയാവുന്ന പരിധി വെച്ച് നിങ്ങളെ ഉണർത്തുകയാണ്. ചെറിയ സമയത്തുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ ദിക്ർ ദുആയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ഈ വർഷവും നമ്മൾ ഒരുമിച്ച് കൂടി. കഴിഞ്ഞ വർഷമുള്ള പല ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഇല്ലാത്തവരിൽ ഒരാൾ എനിക്ക് ഓർമ്മയുള്ള ആളാണ്. അത് ഈ അടുത്തായി നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞുപോയ വെളിപ്പാടത്തെ നെച്ചിങ്കണ്ടത്തിൽ അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പമുണ്ട്. ഈ വർഷം ആ സഹോദരൻ ഇല്ല. നമ്മൾ ചെയ്ത ദുആ അദ്ദേഹത്തിന് കൂടെ അല്ലാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അടുത്ത വർഷം ഇവിടെ നടക്കുന്ന ദുആയിൽ നമ്മൾ മരിച്ചവരുടെ കൂട്ടത്തിലുള്ള ദുആ ഏറ്റെടുക്കേണ്ടി വരുന്നവരാകുമോ അതോ ജീവിച്ചിരിക്കുന്നവരുടെ ദുആ ഏറ്റെടുക്കേണ്ടി വരുന്നവരാകുമോ എന്ന കാര്യം നമുക്ക് നിശ്ചയമേ ഇല്ല. ഓരോ കൊല്ലങ്ങളും കഴിഞ്ഞു പോവുകയാണ്. 10-13 ദിവസങ്ങൾക്ക് മുമ്പ് 10-13 ദിവസങ്ങൾക്ക് മുമ്പാണ് പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വന്നത്. മുഹറം മാസത്തിലാണ് നല്ലത്. മുഹറം നമ്മൾ പറയാറുണ്ട് പല കാര്യവും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. മുഹറം 10 കഴിയട്ടെ അല്ലെങ്കിൽ മുഹറം കഴിയട്ടെ എന്നൊക്കെ പറയാറുണ്ട്. ഒക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, മുഹറം ഒരു വർഷത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞാൽ
അതായത് ഒരു വർഷം നമ്മൾ കഴിഞ്ഞുപോയി എന്നർത്ഥം. പുതിയ ഒരു വർഷം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി എന്നർത്ഥം. ഈ പ്രപഞ്ചം അതിന്റെ നാശത്തോട് ഒരു വർഷവും കൂടെ അടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മളുമായി ചോദിക്കാൻ ഒരു വർഷവും കൂടെ നമ്മൾ ഖബറിനോട് അടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ സ്വലാത്ത് ചെയ്യണം. ദീർഘമായ സമയമൊന്നും ഞാൻ സംസാരിക്കുന്നേയില്ല. ഒരു കൊല്ലത്തിൽ ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരു അവസരം, ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ എല്ലാ വർഷവും അറബി മാസം കടന്നു പോകുമ്പോൾ നമ്മളത് അറിയാറുള്ളൂ. മുഹറം കടന്നു വരുമ്പോൾ പുതിയൊരു വർഷം കടന്നു വന്നതാണെന്ന്, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയതാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സാധാരണ എല്ലാ വർഷങ്ങളിലും പുതുവർഷം ലോകം ആഘോഷിക്കാറുള്ളത് നവംബർ കഴിഞ്ഞ് ഡിസംബർ 1 രാവിലെ, ഡിസംബർ 1 കടന്നു വരുമ്പോഴാണ് സാധാരണ പുതുവർഷം ആഘോഷിക്കാറുള്ളത്. പുതുവർഷത്തിന്റെ എല്ലാവിധ ആഘോഷങ്ങളും നടക്കാറുള്ളത് അപ്പോഴാണ് സാധാരണ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ. മാത്രമല്ല 1.5 മാസം കൂടെ കഴിഞ്ഞാൽ ഒരു പുതിയ വർഷം കൂടെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം. ആ വർഷമെന്ന് പറയുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലതാനും വർഷമല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ ആഘോഷങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലതാനും മാത്രമല്ല ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വിശുദ്ധമായ ദീനിന്റെ ഇബാദത്തുകളിൽ ഏറെ ഭാഗവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ചന്ദ്രവർഷവുമായിട്ടാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ പറയുകയുണ്ട്. ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി 2-3 കാര്യങ്ങൾ പറയുന്നതെന്ന് മാത്രം. നല്ലപോലെ ശ്രദ്ധിക്കണേ. വിശുദ്ധമായ ഇസ്ലാം മുസ്ലിം ഉമ്മത്തിന്റെ ആരാധനാകർമ്മങ്ങളിലേറെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് ചന്ദ്രവർഷവുമായിട്ടാണ്. ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ 4ാമത്തെ സ്തംഭമാണല്ലോ ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا. പരിശുദ്ധ ഇസ്ലാമിന്റെ 4ാമത്തെ സ്തംഭമാണ് വിശുദ്ധമായ റമളാൻ. റമളാൻ മാസം കണക്കാക്കാൻ പറഞ്ഞത് സൂര്യന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷത്തെ അനുസരിച്ചല്ല എന്റെ പ്രിയമുള്ളവരെ. പിന്നെയോ ചന്ദ്രവർഷത്തിനനുസരിച്ചാണ് റമളാൻ വിശുദ്ധ ഇസ്ലാം കണക്കാക്കിയത്. എല്ലാ വർഷവും ഡിസംബറിൽ നോമ്പ് നോൽക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണമെന്നല്ല അല്ലാഹുവിന്റെ കൽപ്പന. പിന്നെയോ ചന്ദ്രവർഷം കൊണ്ട് സഞ്ചാരപ്രകാരമുള്ള വർഷമായ മാസമായ 9ാമത്തെ മാസമാണ് ശഹ്റു റമളാൻ الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. 9ാമത്തെ മാസത്തിന്റെ പേരാണ് ശഹ്റു റമളാൻ. ഇത് ചന്ദ്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ഈ സമയം കണക്കാക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തിനേറെ ബദർ ദിനം കണക്കാക്കപ്പെടുന്നത് അതെല്ലാ കൊല്ലവും എല്ലാ ബദർ ദിനം നടന്ന AD വർഷപ്രകാരമല്ല. വിശുദ്ധമായ റമളാനിലെ 17ാമത്തെ പകലിലാണ് തൗഹീദ് की इमामत सीनों में है हमारे आसान नहीं निभाना नामो निशान हमारा. വിശുദ്ധ ദീനിന് വേണ്ടി ജീവാർപ്പണം നടത്താൻ തയ്യാറായി ബദർ ഭരണാങ്കണത്തിലേക്ക് വന്ന സഹാബികളുടെ അനുസ്മരണ ലോകം നടത്തുന്നത് അത് നടന്ന AD വർഷത്തിന്റെ ദിവസമനുസരിച്ചല്ല. പിന്നെയോ ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള റമളാൻ 17 എന്ന് കണക്കാക്കിയാണ് അത് നമ്മൾ അയവരയ്ക്ക് കടന്നു പോകാനുള്ളത്. എല്ലാം അങ്ങനെയാണ്. നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും കണക്കാക്കാൻ പറഞ്ഞതും അതനുസരിച്ചാണ്. പക്ഷേ നമ്മളൊക്കെ നേരെ തിരിച്ചാ ചെയ്യാം. നമ്മൾ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ഔദ്യോഗികമായ കാര്യത്തിനൊക്കെ
ഔദ്യോഗികമായ കാര്യത്തിലല്ല. സൂര്യസഞ്ചാര വർഷപ്രകാരമാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിലും നമ്മൾ സ്വയം ആലോചിക്കുമ്പോഴെങ്കിലും എനിക്ക് ഞാൻ ജനിച്ചത് റമളാനിലാണ് അല്ലെങ്കിൽ റജബിലാണ്, അതനുസരിച്ച് എനിക്ക് എത്ര വർഷമായെന്ന് കൂട്ടാനെങ്കിലും നമ്മൾ തയ്യാറാവണം. സത്യത്തിൽ മനുഷ്യനങ്ങനെ തയ്യാറാവാറില്ല. കാരണം എന്താ പറയുക, എല്ലാവരും താല്പര്യം വയസ്സ് കൂടലാണോ കുറയലാണോ? കുറയല. അതുകൊണ്ടാണ് തലമുടി വെളുത്തവൻ പോലും അത് കറുപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കത്ര വയസ്സായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ തലമുടി നിറച്ചവൻ പോലും അത് കറുപ്പിക്കുന്നത് കൊണ്ടാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞതെങ്ങനെയാ? എന്റെ കണ്ണൂരിന്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മൂപ്പർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയം ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഡോക്ടർ വാപ്പാന്റെ വയസ്സ് വയ്ക്കുമല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞത്ര, ഡോക്ടർ ചോദിച്ചു എത്ര വയസ്സായി? ഇയാൾ പറഞ്ഞു 33 വയസ്സ്. എന്നോട് പറഞ്ഞു 5 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി പോയി ഭാര്യ. പ്രസവം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു തനിക്ക് എത്ര വയസ്സായിടുമെന്ന് ചോദിച്ചു. അപ്പോഴും മൂപ്പർ പറഞ്ഞു 33 വയസ്സ്. 6 കൊല്ലം കഴിഞ്ഞ് 3ാമത്തെ കുട്ടിയെ പ്രസവിച്ചു. ഡോക്ടർ ചോദിച്ചു നിനക്ക് എത്ര വയസ്സ്? ഡോക്ടർ ഒരേ ഹോസ്പിറ്റലിലാണ്. അപ്പോഴും മൂപ്പർ പറഞ്ഞു 33. അപ്പൊ ഡോക്ടർ ഇയാളോട് പറഞ്ഞത്രേ, ഓ നീയും തന്റെ മാതിരി തന്നെയാണല്ലേ? അപ്പൊ ഇയാൾ വെച്ചാൽ എന്താ സാർ? അല്ല എനിക്കും വയസ്സ് കൂടാറില്ല നിനക്കും കൂടാറില്ലല്ലോ. രണ്ടാളും ഒരേ മാതിരിയാണ്. എല്ലാവരും ഈ ആഗ്രഹം അതാണ്, എപ്പോഴും വയസ്സ് കുറഞ്ഞു കാണണം. അതാണ് മനുഷ്യ മനസ്സിന്റെ വിചാരമെങ്കിലും ഒരു വിളി ഉണ്ടാകണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വർഷം കടന്നുപോയെന്ന്, ഒരു പുതിയ വർഷം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്തയാണ്. കാരണം എന്താ? നമ്മൾ കടന്നുപോകാൻ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഖബറിനോടടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഖബറിനോടടുത്തു എന്ന് നിങ്ങൾ ആലോചിക്കുമോ? 28 വയസ്സേ നമ്മുടെ സുഹൃത്തായ അശ്രുവിനല്ലാഹു കൊടുത്തിരുന്നുള്ളൂ. ആ 28ാമത്തെ വർഷം കഴിഞ്ഞ വർഷം തന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അടുത്ത വർഷം ഇത് നടക്കുമ്പോൾ ഈ ഖബറിസ്ഥാനിലെ ഏതോ ഒരു ഭാഗത്ത് 6 അടി മണ്ണിനെ ചുവട്ടി കിടക്കേണ്ട ആളാണെന്ന സഹോദരനറിയാത്ത പോലെ അടുത്ത വർഷങ്ങളിൽ മഹാസംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ എവിടെ എന്ന വിചിന്തനം, എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഏറെ പിടിച്ചു കൊടുക്കേണ്ടതാണ്. ഹബീബായ നബിയുനാ വസീദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതും അത് തന്നെയാണ്. ഒരു മനുഷ്യൻ നന്നാവാൻ കാലം അതാണല്ലോ. അല്ലാഹു കാലം തന്നതെന്തിനാ? എന്തിനാണ് റബ്ബ് സമയം തന്നത്? എന്തിനാണ് അല്ലാഹു ആയുസ് തന്നത്? ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറയാനുണ്ട്. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അത് സംബന്ധമായുള്ളൊരു സൂറത്താണ് നമ്മൾ ആദ്യം ഓതി കേൾപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾ ഓതിയത്. ഏറെ വിശദീകരിക്കാനുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതാനും ചില കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ, ഏറെ സമയം കഴിയുന്നതിന് മുമ്പേ നമ്മൾ അവസാനിപ്പിക്കും. ഒരു ചെറിയ ദുആയുടെ കൂടെ പിരിയും. ദുആക്ക് ഇനി പ്രസക്തിയില്ലെങ്കിലും ശരി, മഹാനായ ഉസ്താദ് അവരുടെ ദുആ കഴിഞ്ഞെങ്കിലും ശരി, വയലിന്റെ സമാപനം എന്ന രീതിയിൽ മാത്രം ഒരു റബ്ബനാ ആതിനാ ചൊല്ലിയെങ്കിലും നമ്മൾ പുരിയുമല്ലോ. അതുകൊണ്ട് ഏറെ നമ്മൾ പറയുന്നേയില്ല. എന്തിനാണ് അല്ലാഹു സമയം തന്നത്? എന്താണ് സമയം? ലോകത്ത് ഇന്നും വലിയ പിടുത്തം കിട്ടാത്തൊരു സംഗതിയാണ്. എന്താണ് സമയം? എന്താണ് നേരം? അറിയില്ല. എന്താണ് സമയം? നമ്മൾ പറഞ്ഞു 4 മണിയായി. എന്താണ് ഈ 4 മണിയായി എന്ന് പറഞ്ഞ അർത്ഥം? 10-11 മണിയായി. എന്താണ് ഈ രാത്രി 11 മണിയായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം സമയം എപ്പോഴുണ്ടായി, സമയം എപ്പോൾ അവസാനിക്കും? അല്ലാഹു മാത്രമാണ് ആദ്യമായി ഒരു വസ്തുവില്ലാത്ത സമയത്തുള്ളവൻ അല്ലാഹുവാണ്. അപ്പോൾ പിന്നെ സമയം എപ്പോഴുണ്ടായി? ഒക്കെ ലോകത്ത് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കാൻ ഒരു എത്തും പിടിയും ലോകത്തിന് കിട്ടിയിട്ടില്ല.
നമുക്ക് മനസ്സിലാക്കാൻ അല്ല ശ്രദ്ധിക്കണം നിങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ സമയം നിർണയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന സംവിധാനമാണ് ചന്ദ്രന്റെ സഞ്ചാരമെന്ന്, ചന്ദ്രന്റെ ഉദയമെന്ന്, ചന്ദ്രന്റെ അസ്തമയമെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. يسألونك عن الأهلة قل هي مواقيت للناس. നബിയെ യസ്അലൂനക അനിൽ അഹില്ല, ആളുകൾ അങ്ങയോട് ബാലചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു യാ റസൂലല്ലാഹ്. ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങയോട് ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു നബിയെ, അതിങ്ങനെ ചെറുതായി ചെറുതായി വലുതായി വലുതായി പിന്നെ ചെറുതായി, ഇതിങ്ങനെ വലുതായി വരികയും ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമെന്തെന്ന് നബിയെ ആളുകൾ അങ്ങയോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്അലൂനക അനിൽ അഹില്ല, ഹബീബായ നബിയോട് ആളുകൾ ചോദിച്ചു നബിയെ എന്താ ഇതിങ്ങനെ വലുതായി വരികയും പിന്നെ ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം? വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, അതിന്റെ ശാസ്ത്രീയമായ മാനമോ അതിന്റെ പ്രതിഭാസമോ ഇല്ല അതിന്റെ മറുപടിയായി പറയാൻ പറഞ്ഞത്. പിന്നെയോ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, ഇതിന് പിന്നിൽ നമ്മൾ ഗ്രഹിക്കേണ്ട വസ്തുതയാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ആളുകളെ ഉടനെ പറയണേ അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാറുള്ളാഹു ചെയ്തതാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇന്ന് മുഹറം 16-ാമത്തെ രാവാണ് എന്ന് കണക്ക് കൂട്ടാൻ ഇന്ന് 17ആയി. ചന്ദ്രന്റെ വലിപ്പം കണ്ട് മനസ്സിലാക്കാൻ ചെറുതായി വലുതായി വരുമ്പോൾ വലുതാകുന്നതിനനുസരിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കാൻ. മനുഷ്യൻ സമയം വാച്ചുണ്ടാക്കിയപ്പോൾ മനുഷ്യൻ ചെയ്തെന്താ ഇതേ പണി തന്നെ, ഒരു ചെറിയ സൂചിയും വലിയ സൂചി, ഒരു ചെറുതും വലുതും, ഒരു ചെറുതും വലുതും എന്തിന്? മിനിറ്റും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും മനുഷ്യൻ മനസ്സിലാവാൻ അതേ തത്വമാണ് ചന്ദ്രനെ ചെറുതാക്കി വലുതാക്കുകയും വലുതായതിനെ പിന്നെ ചെറുതാക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള തത്വമെന്ന് വിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പഠിപ്പിക്കുകയാണ്. എന്താ പറയാൻ പറഞ്ഞത്? അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ രഹസ്യത്തെക്കുറിച്ച് പഠിക്കലല്ല പ്രധാനം, പിന്നെയോ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണേ. അതാണ് ഏറ്റവും പ്രധാനമെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. എനിക്ക് 37 വയസ്സായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചത് മുതൽ ഈ സഞ്ചാരങ്ങൾക്ക് 37 കൊല്ലമായി എന്നാണ് അർത്ഥം. അതിന്റെ ഏതോ ഒരു പോക്കിൽ, ഏതോ ഒരു യാത്രയിൽ, ഏതോ ഒരു നിമിഷത്തിൽ അല്ലാഹു ഇവിടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മയൊക്കെ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു ആ കടന്നുപോക്ക് ഏറ്റവും നല്ല രീതിയിലാക്കി തരണമേ തമ്പുരാനെ. ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളിവിടെ ഓർക്കാൻ. ഈ വിഷയം ഒരുപാട് വഴികളിലേക്ക് വഴിമാറിപ്പോകുന്ന വിഷയമാണ്. പക്ഷേ വളരെ പ്രധാനമായി ചില കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ സമയമെന്താണെന്ന്, നേരമെന്താണെന്ന് പറയാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയത്. വൈകുന്നേരമായി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ വൈകുന്നേരമായി എന്നാൽ ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരമനുസരിച്ച് വൈകുന്നേരമായി. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരമല്ല, രാവിലെ അതിരാവിലെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ. എന്നാൽ രാത്രിയായി എന്ന് നമ്മൾ പറയുമ്പോൾ വേറെ ചില സ്ഥലങ്ങളിൽ നട്ടുച്ചയാണ്. അപ്പോൾ എന്താണ് നേരം? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സഞ്ചാരത്തിനനുസരിച്ച് മനുഷ്യനത് മനസ്സിലാക്കുകയും മനുഷ്യനത് ഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമായി ഇങ്ങനെയുള്ള സമയങ്ങൾ, ഇങ്ങനെയുള്ള മിനിറ്റുകൾ, സെക്കൻഡുകൾ ചേരുമ്പോൾ മിനിറ്റുകളാകും,
ദിവസമാകും, മിനിറ്റുകൾ ചേരുമ്പോൾ മണിക്കൂറുകളാകും, അങ്ങനെയുള്ള 24 മണിക്കൂർ ചേരുമ്പോൾ ഒരു ദിവസമാകും, അങ്ങനെയുള്ള 365 ദിവസങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൊല്ലമാകുന്നത്. ഇങ്ങനെയുള്ള കൊല്ലങ്ങളാണ് കാലങ്ങൾ. 100 വർഷങ്ങൾ ചേരുമ്പോഴാണ് നൂറ്റാണ്ടുകളാകുന്നത്. ഇങ്ങനെ നൂറ്റാണ്ടുകളായി വർഷത്തിന്റെ സമയത്തിന്റെ കണക്കുമറിയാൻ മനസ്സിലാക്കാൻ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ്, ശ്രദ്ധിക്കണേ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യനബി ഓർമ്മപ്പെടുത്തിയ ഗൗരവമായൊരു വിഷയമുണ്ട്, ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഖുർആൻ ചെറിയ അധ്യായമാണിത്, സൂറത്തിലെ ചെറിയ അധ്യായം, എന്നാലേറെ ഗൗരവമുള്ള വിഷയം പറഞ്ഞ അധ്യായമാണിത്. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽഅസ്ർ കാലത്തെ തന്നെയാണ് സത്യം. കാലം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് കാലം? സെക്കൻഡുകൾ ചേർന്ന മിനിറ്റുകൾ, മിനിറ്റുകൾ ചേർന്ന മണിക്കൂറുകൾ, മണിക്കൂറുകൾ ചേർന്ന ആഴ്ചകൾ, ആഴ്ചകൾ ചേരുന്ന മാസങ്ങൾ, മാസങ്ങൾ ചേരുന്ന വർഷങ്ങൾ, അതാണല്ലോ കാലം. വൽഅസ്ർ കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അധിക മനുഷ്യരും പരാജയത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഉറക്കറക്കല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാഹ്. ഏറെ വിചിന്തനീയമായൊരു വിഷയം ഞാൻ അവസാനിപ്പിക്കും, ശ്രദ്ധിക്കൂ നിങ്ങൾ. വൽഅസ്ർ സമയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്, വൽഅസ്ർ സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അധിക മനുഷ്യരും വമ്പൻ പരാജയത്തിലായി. ഫീ ഖുസ്ർ എന്നല്ല പറഞ്ഞത്, ലഫീ ഖുസ്ർ, വമ്പൻ പരാജയത്തിലാണ് മനുഷ്യരെല്ലാം. ആരൊഴികെ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താ പറഞ്ഞത്? സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ആളുകളും പരാജിതരാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. എന്നാ പറഞ്ഞത്? വൽഅസ്ർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ വമ്പൻ പരാജയത്തിലാണ്. എന്താ കാരണം? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി. വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും കാര്യത്തിൽ സമയം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവർ ഒഴികെ, ആ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞവർ വിജയികളാണ്, അല്ലാത്തവരെല്ലാം പരാജിതരാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദര, ഇതിൽ 4 കാര്യങ്ങളാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഇല്ലല്ലദീന ആമനൂ, 1 ഈമാൻ, വഅമിലുസ് സ്വാലിഹാത്തി 2 അമലുൻ സാലിഹ്, 3 വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ടുള്ള കൽപ്പനയും തിന്മ കൊണ്ടുള്ള വിരോധനയും, വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്ത ആളുകളുടെ. ഈ 4 കാര്യം ജീവിതത്തിൽ, സമയങ്ങളിൽ, ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ ഈ 4 കാര്യം ഇല്ലാത്ത ആൾ വമ്പൻ പരാജയത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലെ അല്ല, ശ്രദ്ധിക്കണേ. പുണ്യനബി പറയാൻ, കാലം നന്നാകുന്നതും മോശമാകുന്നതും കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. വലിയൊരു വിഷയം.
കാലം നന്നാകുന്നതും മോശമാകുന്നതും കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾക്കനുസൃതമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ജീവിക്കുന്നതെങ്കിൽ ആ കാലം നല്ല കാലമാണ്. മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നവരാ ജീവിക്കുന്നതെങ്കിൽ ആ കാലം ഏറ്റവും മോശമായ കാലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേൾക്കൂ നിങ്ങൾ. ഖൈറുൽ ഖുറാനി ഖർനി ثم الذين يلونهم ثم الذين يلونهم ഖൈറുൽ ഖുറാനി ഖർനി ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്. ثم الذين يلونهم പിന്നീട് അവരോടടുത്ത നൂറ്റാണ്ട്. ثم الذين يلونهم പിന്നീട് അവരോടടുത്ത നൂറ്റാണ്ട്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ചിന്തിക്കണേ, നിങ്ങൾ എന്റെ കൂടെ ചിന്തിക്കണം. എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ശ്രദ്ധിക്കണം. നിങ്ങൾ ഖൈറുൽ ഖുറാനി ഖർനി ഏറ്റവും നല്ല നൂറ്റാണ്ടെന്റെ നൂറ്റാണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല നൂറ്റാണ്ട് പുണ്യ നബിയുടെ നൂറ്റാണ്ടെന്ന് പറയാനുള്ള കാരണമെന്താ? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ജീവിച്ച നൂറ്റാണ്ടാണ്. മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, എല്ലാ സുഹൃത്തങ്ങളുടെയും സമ്മേളിച്ച മനുഷ്യൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും തൃപ്തിപ്പെട്ട മനുഷ്യൻ ജീവിച്ചത് ആ നൂറ്റാണ്ടിലാണ് എന്റെ സഹോദര. അപ്പൊ ചിന്തിക്കണേ, ഏറ്റവും നല്ല മനുഷ്യൻ ചേർന്ന് ഒരു ഏത് നൂറ്റാണ്ടിലാണോ ജീവിച്ചത് ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പസമയം ദീർഘമായൊന്നും ഞാൻ പറയുന്നില്ല. വലിയൊരു വിഷയം, ഒരു 5 ദിവസമെങ്കിലും വയലു പറയേണ്ട വിഷയങ്ങൾ ഈ പറഞ്ഞ ഒറ്റ കാര്യത്തിലുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനാരാ? മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനാരാ? ലോകത്തിനാകമാനയും അല്ലാഹു കാരുണ്യമായി നിയോഗിച്ച മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഖൈറു മൻ യംശി അലാ ഖദമി. ഇരുപാദങ്ങളിലും ഭൂമി ലോകത്തുകൂടെ നടന്നുപോയ ഏറ്റവും നല്ല മനുഷ്യനാ ഹബീബാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഖൈറുൽ ഖുറൂനി ഖർനി ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന നൂറ്റാണ്ട്. അപ്പൊ ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ സമയങ്ങൾ ചേരുമ്പോൾ സെക്കൻഡുകൾ ചേർന്ന് മിനിറ്റുകൾ ചേർന്ന് മണിക്കൂറുകൾ ചേർന്ന വർഷങ്ങൾ, ദിവസങ്ങൾ ചേർന്ന വർഷങ്ങൾ, അങ്ങനെ വർഷങ്ങൾ ചേരുമ്പോഴാണ് നൂറ്റാണ്ടുകളാകുന്നത്. ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന നൂറ്റാണ്ട്. കാരണം ഏറ്റവും നല്ല മനുഷ്യൻ ജീവിച്ചത് ആ നൂറ്റാണ്ടില്. അപ്പൊ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു കാലത്ത് ജീവിച്ചപ്പോൾ ആ നൂറ്റാണ്ട് തന്നെ, ആ സമയങ്ങൾ തന്നെ, ആ സ്ഥലങ്ങൾ തന്നെ, ആ വർഷങ്ങൾ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളായി മാറിയ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ആളെന്ന് പുണ്യനബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ മഹാൻ. ഇത് തന്റെ ഹബീബിന്റെ കൂടെ ഗുഹക്കകത്തൊളിച്ചിരുന്ന സിദ്ദീഖ് എന്ന വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൻസാരികൾ ജീവിച്ച കാലം, മുഹാജിറുകൾ ജീവിച്ച നൂറ്റാണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യർ ജീവിച്ച നൂറ്റാണ്ടായതുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എങ്ങനെയാണ്? അല്ല ശ്രദ്ധിക്കണേ, ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണ്? കർമ്മങ്ങൾ നന്നാകുമ്പോഴാണ്, വിശ്വാസങ്ങൾ നന്നാകുമ്പോഴാണ് എന്റെ സഹോദര. അങ്ങനെയുള്ള ആളുകൾ ജീവിച്ച നൂറ്റാണ്ട് ഏറ്റവും നല്ല നൂറ്റാണ്ട്. പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ട്, തൊട്ടടുത്ത നൂറ്റാണ്ടിനെ കുറിച്ച് ഹബീബായ നബിയുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്റെ നൂറ്റാണ്ടിലുള്ള വിശ്വാസങ്ങളോ കർമ്മങ്ങളോ ആ നൂറ്റാണ്ടിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ നൂറ്റാണ്ടിനെക്കാളും പവർ കുറവാണ് അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിന്. തുമ്മല്ലതീന
ഈമാനഹും, രണ്ടാം നൂറ്റാണ്ടിലുള്ള ഈമാനിന്റെ പവറും കർമ്മങ്ങളുടെ പവറും മൂന്നാം നൂറ്റാണ്ടിലുണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടാം നൂറ്റാണ്ടിനെക്കാളും ശക്തി കുറവാണ് മൂന്നാം നൂറ്റാണ്ടിന്. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കൂ മറ്റൊരു ഹദീസ്. പുണ്യനബി തന്നെ പറയുകയാണ്, ലാ യഅതി സമാനുൻ, ഒരു കാലവും കടന്നു വരില്ല, ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻ, ഒരു വർഷവും ഭൂമി ലോകത്തേക്ക് കടന്നു വരില്ല, ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻ, അതിന്റെ മുമ്പുള്ള വർഷത്തെക്കാളും അതിന്റെ തൊട്ടടുത്തുള്ള വർഷം മുമ്പുള്ള വർഷത്തെക്കാളും മോശമായിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, 2010 മോശമാണ് 11, 11 മോശമാണ് 12, 12 മോശമാണ് 13. കേട്ടോളൂ, 2014 കടക്കാൻ പോകുന്നു. 2013 മോശമാണ് 2014 നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളേറെ ചിന്തിക്കേണ്ട കാര്യം എന്താ? കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമതായി ഓരോ വർഷം കഴിയുമ്പോഴും ഈമാനിൽ ഫസാദുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനിൽ ഫസാദുണ്ടാകും, വിശ്വാസങ്ങളിൽ ഫസാദ്. ശരിയല്ലേ? രാവിലെ എഴുന്നേറ്റയാൾ വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ തോന്നുകയാണ്, ഇന്നലെ ഞാൻ വിശ്വസിച്ച വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്ന്. 65 വയസ്സുവരെ ജീവിച്ച ഉപ്പാപ്പ ഒരു കേസറ്റ് കേൾക്കുമ്പോഴേക്ക് അയാൾക്ക് തോന്നുകയാണ്, 65 വർഷവും 7 മാസവും 18 ദിവസവും 22 മണിക്കൂർ 18 ദിവസവും 18 ദിവസവും 9 മണിക്കൂറും 80 മണിക്കൂറും 8 മിനിറ്റും 6 സെക്കൻഡും ഞാൻ ഇതുവരെ വിശ്വസിച്ചു പോകുന്ന വിശ്വാസാദർശങ്ങൾ മുഴുവൻ തെറ്റായി പോയെന്ന് അയാൾക്ക് തോന്നുന്ന കാലം ഈമാൻ ഫസാദുണ്ടാകുന്ന കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലോ ശ്രദ്ധിക്കണം, അല്ലപോലെ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരുടെ. അപ്പൊ കാലത്തിനല്ല തകരാർ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സൃഷ്ടിച്ച അന്ന് ആക്കോടെന്ന പ്രദേശം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആകോട് നിലകൊള്ളുന്നത്. ഭൂപ്രതലത്തിന് മാറ്റമില്ല, മണ്ണിന് മാറ്റമില്ല, പ്രകൃതിക്ക് മാറ്റമില്ല. വൃക്ഷങ്ങൾ ചിലപ്പോൾ വളരും, ചിലപ്പോൾ അത് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ചെറിയ ചേഞ്ചല്ലാതെ മണ്ണിന് മാറ്റമില്ല. അന്ന് 24 മണിക്കൂറായിരുന്നെങ്കിൽ ഇന്നും ഒരു ദിവസം 24 മണിക്കൂർ തന്നെ. പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള പോലെയാണോ ഇന്ന് നമ്മുടെ നാടെന്ന് നമ്മൾ ചിന്തിക്കണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, വിശ്വാസത്തിൽ വരുന്ന ഫസാദാണ് ഏറ്റവും വലിയ നാശമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, വിശ്വസിക്കുന്നവന്റെ വിശ്വാസം പോലും ചില സമയങ്ങളിൽ പതറിപ്പോകുന്ന സമയം. രണ്ടാമതോ പുണ്യനബി പറഞ്ഞു, കർമ്മങ്ങളിൽ പവർ കുറഞ്ഞു പോകും, കർമ്മങ്ങളിൽ പവർ കുറഞ്ഞു പോകും. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, പണ്ടൊന്നും ആളുകൾ അങ്ങനെ പള്ളിയിൽ കയറാറില്ല, ഇപ്പൊ എല്ലാ ചെറുപ്പക്കാരും പള്ളിയിൽ കയറുന്നുണ്ടല്ലോ എന്ന് പല നാട്ടിലും ചൊല്ലുമ്പോ പറയാറുണ്ട്. എന്നാൽ പണ്ട് പള്ളിയിൽ കയറുന്നവരുടെ നിസ്കാരമായിരുന്നു. ഇന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം റൂട്ടിയാണോ എന്ന് ചിന്തിക്കേണ്ടത്. ഒരു കാലം എന്റെ സമൂഹത്തിന് കടന്നു വരാറുണ്ട്. അമ്പരചണ്ഡികരായ പള്ളികൾ എന്നെടുത്തുയർത്തപ്പെടും. ആ പള്ളിയിൽ നടക്കുന്ന ഒരു നമസ്കാരം പോലും ശരിയാവില്ലെന്ന് ഹബീബായ നബിയുനാ വസീദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെ ഒരുപാട് സംഗതി പറയാനുണ്ട്, ഞാനങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ചിലതൊക്കെ പറഞ്ഞാൽ വലിയ വേദനയായി മാറുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളികളുണ്ടാകും, പള്ളികളിൽ നിന്ന് ജനമനസ്സുകളെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ പറ്റാവുന്ന ഒന്നും പള്ളിയിൽ നിന്ന് കിട്ടാത്ത കാലമാകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടത്തിൽ കാലത്തിന് വരുന്ന നാശത്തെക്കുറിച്ച്, കാലം നാശമാകുക എന്ന് പറഞ്ഞാൽ കാലത്തെ ജനങ്ങൾ നാശമാകുന്നതിനെ കുറിച്ച് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം അല്ലാഹുവേ, ചിന്തിക്കുക നിങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ആക്കോട്ട് പള്ളിയിൽ എന്റെ ചെറുപ്പത്തിൽ വന്നു നിൽക്കുന്ന സമയത്ത്, ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു ജുമാക്ക് ഞാൻ കൂടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചു, പണ്ട് ആക്കോട്ട പള്ളിയിൽ വന്നു നോക്കിയാൽ ഉള്ളിലെ പള്ളിയിൽ മുഴുവൻ നല്ല നല്ല പ്രായമുള്ള ഗാംഭീര്യമുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇവിടുത്തെ സ്ഥിതിയൊന്നും മാത്രമല്ല, എല്ലാ സ്ഥലത്തിലും അങ്ങനെ. ഇപ്പൊന്ന് പോയി നോക്കിയാൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ തന്നെ കാണാനുണ്ടോ എന്ന് സംശയം. കാലം നാശമാകുന്നത് നല്ല മനുഷ്യരില്ലാതെയായി പോകുന്നതാണ്. നല്ല മനുഷ്യനേത് കാലത്തോട് ചേരുമോ ആ കാലം തന്നെ മാറുകയായ. ശ്രദ്ധിക്കണേ, ഒരു വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല ഒരുപാട് കാര്യവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. നല്ല മനുഷ്യൻ, അതാണല്ലോ റസൂലുള്ള പറഞ്ഞത്, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ ഏത് കാലത്താണോ ജീവിച്ചത് ആ മനുഷ്യന്റെ സാന്നിധ്യം ആ നൂറ്റാണ്ടിലെ സമയത്തെ പോലും സ്വാധീനിച്ചുവെന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കണേ, അതേപോലെ തന്നെയാണ് ഏറ്റവും നല്ല മനുഷ്യരോട് ചേരുന്ന കാലം, ആ കാലവും ഏറ്റവും നല്ല കാലമാണ്. നമ്മുടെ നാടിന്റെ തൊട്ടടുത്തൊരു മഹാമനുഷ്യൻ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ കാലം എത്ര നല്ല കാലമായിരുന്നു. ഇതാണ് ആ മനുഷ്യൻ, മഹാനായ റഹീസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റബ്ബറല്ലാഹു മർഖദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യനോട് ചേർന്ന കാലം എത്ര നല്ല കാലമായി എന്നെ സഹോദര, എത്ര നല്ല കാലം. നല്ല ആളുകളുള്ള കാലം നല്ല കാലം, നല്ലവർ ചേരുന്ന കാലം നല്ല കാലം, നല്ലവരോട് ചേരുന്നവരും നല്ലവർ, നല്ലവരോടും ചേരുന്നവർ നല്ലവർ. നിങ്ങളെപ്പോഴും സിദ്ദീഖിന്റെ ആളുകളോടൊപ്പമാകണേ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ഇതാ നമ്മൾ പറയുന്നത് കാലം നാശമാകുന്നു. എന്തേ? കഴിഞ്ഞു പോയതുപോലെയുള്ള നല്ല മനുഷ്യരെ കാണാനില്ല. പോയി മറഞ്ഞാൽ പിന്നെ അതുപോലുള്ള മനുഷ്യർ പിന്നെ വരുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയെ ഉമറിന്റെ കാലശേഷം കണ്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു മഹാനെ ആ മഹാന്റെ കാലശേഷം കണ്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ നാടുകളിൽ കടന്നുപോയ മഹാരഥന്മാരായ ആലിമീങ്ങളെ പോലെയുള്ള ആളുകൾ പിൽക്കാലത്ത് കാണാൻ കഴിയുന്നില്ല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പുണ്യനബി പറയുകയാണ്, സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യരൊക്കെ പോയി മറഞ്ഞു പോകും, അവരെല്ലാം മരണപ്പെട്ടു പോകും. ബാർലിയുടെ ഗോതമ്പിന്റെ ഒക്കെ തൊലി പോലെയുള്ള മനുഷ്യർ പിന്നീട് ബാക്കിയാകും. അകത്ത് കഴമ്പില്ലാത്ത, അതായത് അകത്ത് കഴമ്പില്ലാത്ത വെറും തൊലികളെ പോലെയുള്ള മനുഷ്യർ, അങ്ങനെയുള്ള ചണ്ടികളായ മനുഷ്യർ മാത്രം ബാക്കിയാകും. നല്ല നല്ല ആളുകളെല്ലാം പോയി മറഞ്ഞു പോകും. അത്തരം ചണ്ടികളായ ആളുകൾ അല്ലാഹു പരിഗണിക്കുകയില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെ ഈ ഒരു മഹാനായ മനുഷ്യനെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്നത്? ഒരു മഹാനുണ്ടായാൽ ആ നാടിനെ, ആ പ്രദേശത്തെ, ആ കാലഘട്ടത്തെ, ആ സദസ്സിനെ മുഴുവൻ അല്ലാഹു സ്വീകരിക്കാൻ ഇടവരാമെന്ന് കരുതിയാൽ ഒരു മഹാനെ വളരെ വിദൂരത്തുനിന്ന് അദ്ദേഹത്തിനേറെ പ്രയാസമാണെങ്കിലും നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ദുആ ചെയ്യണം. നല്ല മനുഷ്യർ ഭൂമി പിറന്നു വീടാൻ, നല്ല ആളുകളില്ലാത്ത കാലത്ത് ലോകത്തിന്റെ അന്ത്യമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹീങ്ങളായ ആളുകളില്ലാത്ത കാലഘട്ടത്തിലും ഭൂമി അല്ലാഹു തലകീഴായി മറിച്ചു കളയുന്നത്. അപ്പൊ എപ്പോഴും ഭൂമിയുടെ നിലനിൽപ്പിന് നല്ല ആളുകളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്റെ സഹോദര. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലവരോട് ചേർന്ന് നിൽക്കണം. നൂറ്റാണ്ടുകളെ സമയങ്ങളെപ്പോലും നല്ലവരുടെ സാന്നിധ്യം സമയങ്ങളെപ്പോലും നന്നാക്കി കളഞ്ഞെങ്കിൽ നല്ലവരോട് ചേർന്ന് നിന്നാൽ നമ്മളും നന്നാകും എന്റെ സഹോദര. അതിൽ വലിയ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നല്ലവരോട് ചേരാൻ, നല്ലവരുടെ പാതയിലാവാൻ ആഗ്രഹിച്ചവരിൽ വലിയ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. എന്തേ ഒന്ന് ഞാൻ ഈ പറഞ്ഞ മഹാൻ കൊണ്ട് കണ്ണേത്ത് അഹ്മദ് മുസ്ലിയാർ നമ്പറുള്ളാഹു മർഹബ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അന്യ നാട്ടുകാരനല്ലല്ലോ, നമ്മുടെ നാട്ടുകാരനല്ലേ? നിങ്ങൾ ചിന്തിക്കണേ, ആ സമയങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന അതിനേക്കാളും പവിത്രനായ, അതിനേക്കാളും സംശുദ്ധനായ മറ്റൊരു വ്യക്തിത്വത്തെ ഏത് വിഭാഗത്തിലാണെങ്കിലും കാണിക്കാൻ കഴിയണോ എന്റെ സഹോദര? ആ മഹാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലില്ല. ആ മഹാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മഹാനോട് കടപിടിക്കാൻ, ആ മഹാനെ മറികടക്കാൻ പറ്റുന്ന സംശുദ്ധമായ ഒരു ജീവിതത്തെ കാണിക്കാൻ കേരളക്കരയിൽ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നല്ലവർ ചേർന്നാൽ കാലം നന്നാവും, നല്ലവരോട് ചേർന്നാൽ ചേർന്നവരും നന്നാവും. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ്. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനവും അത് തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദര. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മമ്പാട്ടങ്ങാടിയിൽ പോയി ചോദിച്ചാൽ മമ്പാട്ടുകാർ പറഞ്ഞു തരും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മഹാനവർകൾ വഅ്ള് പറയാൻ വന്ന കാലം അത് വാർദ്ധക്യ കാലഘട്ടത്തിലല്ല. പിന്നെയോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചെറുപ്പ കാലഘട്ടത്തില് വഅ്ള് പറയാൻ വേണ്ടി വന്നതാണ് മമ്പാട്ടങ്ങാടിയിലേക്ക്. മമ്പാട് വഅ്ള് പറയാൻ വന്നപ്പോ മമ്പാട്ടുകാർ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന കാലം ഉസ്താദിനോട് വന്നിട്ടവർ പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. ആ മഹാൻ പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ദുആ ചെയ്യില്ല, നാളെ ദുആ ചെയ്യൂ. ദുആ ചെയ്യണോ? നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യൻ ആരാന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണേ, നല്ലവർ ചേരുമ്പോഴാണ് കാലം നന്നാവുന്നത്. നല്ലവരോട് ചേർന്നാൽ ചേർന്നവരും നന്നാവും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയതാ പഠിപ്പിച്ചത് ചിന്തിക്കണേ. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു, നാളെ ഞാൻ ദുആ ചെയ്യണോ? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. നാളെ വഅലിന് വരുമ്പോൾ ആളുകൾ അതേപോലെ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നു. തൊട്ടടുത്ത പറമ്പിൽ മൃഗങ്ങളെ കെട്ടി വഅല് നടന്നു. വഅല് അവസാനിക്കാറായി. ആളുകൾ ചെന്ന് ഓർമ്മപ്പെടുത്തി, ഉസ്താദേ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദ് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെ, കാലികളെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു, കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണവ? അപ്പൊ അവർ പറഞ്ഞു, തൊട്ടടുത്ത പറമ്പിൽ നിങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. കേൾക്കണോ നിങ്ങൾക്ക് ഈ സാധുവായ മനുഷ്യൻ? ഞാൻ പറയുന്നത് 8 നൂറ്റാണ്ട് മുമ്പ് നടന്ന കഥയല്ല. മമ്പാട്ടങ്ങാടിയിൽ പോയി ജീവിച്ചിരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞു തരാവുന്ന അനുഭവം ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ. ആ മഹാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ചെന്നു. 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ടൊരൊറ്റ പ്രാർത്ഥന, അല്ലാഹുവേ, ഈ കാണുന്ന മൃഗങ്ങളും ഈ അഹമ്മദും, ചിന്തിക്കണേ നിങ്ങൾ, ഈ കാണുന്ന മൃഗങ്ങളും ഈ അഹമ്മദും അല്ലാഹുവേ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ല അല്ലാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റാവുന്ന ഒരു മനുഷ്യൻ ആ മഹാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വേറെ ആരും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണേ. ആ മഹാനെ സംശുദ്ധമായ ജീവിതത്തിൽ മറികടക്കാൻ പറ്റുന്ന മറ്റൊരാളാരും എന്റെ പ്രിയമുള്ള സഹോദര. ആ മഹാൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഈ അഹമ്മദും സാധുവായ ഈ അഹമ്മദും ഈ കാണുന്ന മൃഗങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് റബ്ബേ. തെറ്റു ചെയ്യുന്ന മനുഷ്യർ കാരണം ഞങ്ങൾക്ക് നീ മഴ തടഞ്ഞു വെക്കുന്ന അല്ലാ, മഴ നൽകണമെന്ന് ദുആ ചെയ്ത് കൈ താഴ്ത്തിയില്ല. കാർമേഘങ്ങൾ ഒരുമിച്ചുകൂടി ഘോരഘോരമായി മഴ പെയ്തു. ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ വാക്കിന്റെ ഗഹനത ഒന്നാലോചിച്ചു നോക്കുമെന്ന്. അല്ലാഹുവേ, ഈ അഹമ്മദും ഈ കാണുന്ന മൃഗങ്ങളും ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ,
പ്രിയമുള്ള സഹോദര, ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്യാറില്ല എന്ന് വെറും വാക്കിൽ പറയാറുള്ളതല്ല. എനിക്ക് ദാറുഹുദായുടെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട് ആ മഹാനെ കുറിച്ച്. ഞാൻ പറയുന്നത് ആ മഹാൻ ജീവിച്ചിരുന്ന കാലം എത്ര നല്ല കാലമായിരുന്നു. അല്ലാഹുവേ, നഷ്ടപ്പെട്ടതുപോലെയുള്ള മഹാന്മാരായ പ്രതിഭകളെ നിങ്ങൾക്ക് നൽകുന്നേ അനുഗ്രഹിക്കണേ. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റബ്ബറല്ലാഹു മർഹബ. ഞാൻ ഓർക്കുന്നു, അന്ന് ഞങ്ങൾ ദാറുഹുദായിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്. മഹാനായ ഉസ്താദ് ദാറുഹുദായുടെ ഗ്രൗണ്ടിൽ വന്നു വണ്ടി നിർത്തി. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത കാലം. കണ്ണിത്തുത്താത് വന്നെന്നറിഞ്ഞപ്പോ ഞങ്ങൾ ഉസ്താദുമാരും കുട്ടികളും ഗ്രൗണ്ടിൽ തടിച്ചുകൂടി, വണ്ടിക്ക് ചുറ്റും തടിച്ചുകൂടി. ഞാൻ ഇപ്പോഴും ആ രംഗം എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. ഉസ്താദ് കുടിക്കാൻ വെള്ളം ചോദിച്ചു. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ വെള്ളം വാങ്ങിയിട്ട് കുടിച്ചു. പകുതിയെ കുടിച്ചുള്ളൂ, പകുതി ഗ്ലാസിൽ ബാക്കിയുണ്ട്. കാറിന്റെ ഗ്ലാസിന്റെ ഡോറിന് വെളിയിലേക്ക് കാണിച്ചു. ഞങ്ങളെ അന്ന് നഹ്വുൽ വാളിഹ് പഠിപ്പിച്ചിരുന്ന വളവന്നൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് മഹാനവർകൾ ആ ഗ്ലാസ് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഗ്ലാസ് കൊടുക്കുമ്പോൾ പറയുകയാണ്, ഉസ്താദിന്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇരുന്ന് കുടിച്ചോളൂ. കേൾക്കണേ, നിങ്ങൾ ഇരുന്ന് കുടിച്ചോളൂ. അവിടുന്ന് ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ വെച്ച് നിന്നിട്ട് കുടിച്ചുപോയാൽ അത് പുണ്യനബിയുടെ സുന്നത്തിന് വിരുദ്ധമല്ലേ? അത് ഞാൻ മാത്രമല്ല, മറ്റൊരാളും ചെയ്യുന്നത് കണ്ട് സഹിക്കാൻ പോലും കഴിയാത്ത ഒരു മഹാൻ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ. കാലം നന്നാകുന്നത് കാലത്ത് ജീവിക്കുന്നവർ നന്നാകുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചുപോയ, നമ്മുടെ നാടിന്റെ അടുത്ത് ജീവിച്ചുപോയ ഒരു മഹാൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റബ്ബറല്ലാഹു മർഹബ. അല്ലാഹു അക്കാലത്ത് മുഴുവനായി അവരുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞെങ്കിലും ആ കാലം സ്പർശിക്കാൻ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. അവരോട് ചേർന്ന് നിൽക്കാനും അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. മരണം വരെ അങ്ങനെ തന്നെ അല്ലാഹു നമ്മെ നിലനിർത്തി തരട്ടെ. നല്ലവരോട് ചേർന്നാൽ നല്ലതാവും. നല്ലവരോട് ചേർന്നാൽ എനിക്ക് ചെറുവത്തൂരിനടുത്തൊരു സ്ഥലമുണ്ട്. ചെറുവത്തൂരിനടുത്ത സ്ഥലം ഞാൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയൊരു മഹാനെ കുറിച്ച് ഓർമ്മപ്പെടുത്താം. ആരാണോ നമ്മെ വഴി നടത്തിയത്, ആരോട് ചേർന്നാണോ നമ്മൾ നീങ്ങുന്നത്, ആ മഹാൻ ചെറുവത്തൂരിനടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ വഅ്ള് പറയാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാടേതാണ്? ഞാൻ പറഞ്ഞു ആക്കോട്. എന്നോട് ചോദിച്ചു, ആക്കോട് എവിടെ? ഞാൻ വേഗം പരിചയപ്പെടുത്താൻ പറഞ്ഞു, വായക്കാടെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ആ സഹോദരൻ എന്നോട് പറഞ്ഞു, വായക്കാട് കണ്ണിയത്തുത്താദിന്റെ നാടല്ലേ ഉസ്താദ്? ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. അയാൾ പറയാ, തുരുത്തെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ചെറുവത്തൂരിനടുത്ത്. കണ്ണിയത്തുത്താദ് ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെയോ? അതെ. പള്ളി അദ്ദേഹം കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, അന്ന് ഉസ്താദ് ദർശനം നടത്തിയിരുന്ന കാലം ഭക്ഷണം കൊടുത്തിരുന്നത് എന്റെ വീട്ടിൽ നിന്നായിരുന്നു. എന്റെ അമ്മാവനായിരുന്നു പള്ളിയുടെ സെക്രട്ടറി. കേൾക്കണോ നിങ്ങൾക്ക്? പള്ളിയുടെ സെക്രട്ടറി. അയാൾ എന്നിട്ട് പറയാൻ, എത്ര സൂക്ഷ്മതയുള്ള മനുഷ്യനായിരുന്നു. ഏതു കാല പ്രായമായപ്പോഴല്ല, ജീവിതത്തിന്റെ തുടക്കം മുതലേ അങ്ങനെയാണ്, അവസാനം വരെ. ഒരു നൂറ്റാണ്ട് നന്നാകുന്നത്, ഒരു വർഷം നന്നാകുന്നത്, ആ വർഷത്ത് ജീവിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾക്കനുസൃതമായാണെങ്കിൽ ആലോചിക്കണേ നിങ്ങൾ. മഹാനായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു പള്ളിയുടെ സെക്രട്ടറി. ആ വീട്ടിൽ നിന്നായിരുന്നത്രേ അന്ന് ഉസ്താദിന് ഭക്ഷണം നാസ്ത കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഒരു ദിവസം ഉസ്താദ് ചോദിച്ചത്രേ, നാസ്ത ഏത് വീട്ടിൽ നിന്നാ? വീട്ടിന്റെ ആൾ ഒന്നിങ്ങോട്ട് വരാൻ പറയണം. ആ വീട്ടിന്റെ ആൾ ഒന്നിങ്ങോട്ട് വിളിക്കണം. വീട്ടിന്റെ ആൾ വന്നു, സെക്രട്ടറി തന്നെയാണ്. അയാൾ പറഞ്ഞു, ഉസ്താദെ അങ്ങനെ അന്വേഷിച്ചു എന്നറിഞ്ഞല്ലോ. അപ്പൊ ചോദിച്ചു, നിങ്ങളാണോ? നിങ്ങൾ സെക്രട്ടറിയല്ലേ? അതെ. ഞാൻ അന്വേഷിച്ചത് നാസ്ത കൊണ്ടുവരുന്ന വീട് ഏതാണെന്നാണ്. അപ്പൊ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഉസ്താദിന്റെ വിളിച്ചത്. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാംസം കൊണ്ടുവരുന്ന സമയത്ത്, മാംസം കറിയായി കൊണ്ടുവരുന്ന സമയം അതിൽ കൊട്ടുണ്ടാകാറുണ്ട്, എല്ല് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മാംസം ചോദിച്ചിട്ട് മാംസത്തിന് പണം കൊടുത്തു അയാൾ നിങ്ങൾക്ക് എല്ലടക്കമുള്ള മാംസം തരുന്നതാണോ, അതോ എല്ലുള്ള മാംസം നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണോ? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം എന്റെ സഹോദര. ഇയാൾ പറഞ്ഞു, ഉസ്താദേ
ഞാൻ അങ്ങനെ തന്നെ എല്ലുള്ള മാംസം ചോദിച്ചതാണെന്നതാണ്. അപ്പൊ ഉസ്താദ് പറയാൻ, ഞാൻ ഇത് കണ്ടപ്പോ സംശയിച്ചു, നിങ്ങൾ മാംസത്തിന് പണം കൊടുത്തിട്ട് എല്ലുള്ള മാംസം അയാൾ തന്നാൽ ശരിയാവുകയില്ല, കൂടുതൽ കുട്ട് നിങ്ങൾക്ക് തന്നാൽ ആ വിൽപ്പന ശരിയാവുകയില്ല. നിങ്ങൾ വാങ്ങുന്ന മാംസം വാങ്ങുന്ന രീതി എങ്ങനെയാണ്? ആ വാങ്ങുന്ന വിൽപ്പനയും വാങ്ങലും ശരിയാവുന്നില്ല എങ്കിൽ എന്റെ വയറിലേക്ക് എത്തുന്നത് ഹറാമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ആലോചിക്കണം, തന്റെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഹലാലാണോ ഹറാമാണോ എന്ന് കണിശമായി ചിന്തിച്ചൊരു മഹാൻ. വലാശർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള മഹാന്മാരെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, മരണം വരെ ആ മഹാൻ നിന്നടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനതായിരുന്നു. മറ്റൊരു മഹാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ പൊലിഞ്ഞുപോയ മഹാനായ ശംസുൽ ഉലമാ നബ്ബറുല്ലാഹു മർഖദ. കാലത്ത് തന്നെ വഴിതിരിച്ചു വിട്ടവരായിരുന്നവർ മഹാനായ ശംസുൽ ഉലമാ നബ്ബറുല്ലാഹു മർഖദ. അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തോട് വിട പറഞ്ഞുപോയ, ഏറ്റവും അടുത്ത് വിട പറഞ്ഞു പോയവരിലെ മഹാൻ അല്ലെ. കോഴിക്കോട്ട് ഒരു പള്ളിയിൽ പോയിട്ട് സാധാരണ ഒരു ചെറിയ ശമ്പളത്തിന് കുറെ കാലം ജോലി ചെയ്തു. ആളുകൾക്കൊക്കെ അത്ഭുതമായി, ഇതിനിപ്പോ ഈ ചെറിയ ശമ്പളത്തിന് നിസ്കാരപ്പള്ളിയിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്തായിരുന്നു ലക്ഷ്യമെന്നറിയാമോ? ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പഠനം നടത്താൻ ഒഴിഞ്ഞ സമയം കിട്ടാൻ വേണ്ടി നിസ്കാരപ്പള്ളിയിൽ പോയി വന്നതാണ്. എന്നിട്ടോ വർഷങ്ങളോളം പഠനം നടത്തി വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ച മഹാൻ. ക്രൈസ്തവ ലോബിക്ക് തന്നെ വളരാൻ തടസ്സമായി നിന്നത് ഈ തന്തയാണെന്ന് ക്രൈസ്തവർ പറഞ്ഞില്ലേ? ഈ തന്തയുടെ കാലം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കേരളത്തിൽ പിടിപാട് കിട്ടുമെന്ന് ക്രൈസ്തവർ തന്നെ എഴുതിയതും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ വെച്ച് അവർ തന്നെ സ്വയം സമ്മതിച്ചതും ഈ മഹാന്റെ സാന്നിധ്യമായിരുന്നു. അല്ലാഹുവേ മഹാനെ. അല്ലാഹു അനുഗ്രഹിച്ചിറക്കുന്ന ചില മഹാന്മാരാണ്. കോടതിയിൽ വന്നു കേസ് നടക്കാൻ. ആർക്കെതിരെയാണ് കേസ്? ഖാദിയാനികൾ ഇസ്ലാമിന് പുറത്താൻ, ഖാദിയാനികൾ അമുസ്ലിങ്ങളാണെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പ്രഖ്യാപിക്കാൻ പ്രചോദനമായത് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങളിൽ അവഗാഹമായ ബഹർ പോലെ വിജ്ഞാനമുണ്ടായിരുന്ന ഈ മഹാനായ പണ്ഡിതൻ മഹാനായ ശംസുൽ ഉലമാ നബ്ബറുല്ലാഹു മർഖദ. ആ മഹാൻ അവരാ പറഞ്ഞത് ഇസ്ലാമിന് പുറത്താണ്. ഖാദിയാനികൾ പോയി കേസ് കൊടുത്തു. ഖാദിയാനികൾ കേസ് കൊടുത്തപ്പോൾ ഖാദിയാനികൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. ഹാജരായതാരാ? മഹാനായ ശംസുൽ ഉലമാ നബ്ബറുല്ലാഹു മർഖദ. ചിന്തിക്കണേ, നിങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയ മഹാൻ കോടതിയിൽ വെച്ച് ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ മുസ്ലിമല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഇവരെ കുറിച്ച് ഖാദിയാനികൾ ഇസ്ലാമിന് പുറത്താണെന്ന് പറയും? മഹാനായ ശംസുൽ ഉലമയാണ് കോടതിയിൽ പോയത്. ശംസുൽ ഉലമ ജഡ്ജിയോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ജഡ്ജി, ആ ചോദ്യം ആവർത്തിക്കുമോ? രണ്ടാമതും ജഡ്ജി ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലയോ? പിന്നെ നിങ്ങൾ എങ്ങനെ ഇവരെ അമുസ്ലിങ്ങളായി മുദ്രകുത്തും? ഒന്നുകൂടെ ശംസുൽ ഉലമ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജഡ്ജി, ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുമോ? ജഡ്ജി ഒന്നുകൂടെ ചോദിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളല്ലയോ? ഇവരെ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്താക്കി? ഉടനെ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ലയോ ബഹുമാനപ്പെട്ട ജഡ്ജി, അങ്ങ് 3 തവണ പറഞ്ഞില്ലേ അങ്ങ് മുസ്ലിമാണോ? ഒരൊറ്റ സെക്കൻഡിൽ ശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളിൽ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയ തന്റെ പ്രത്യേകമായ കഴിവുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചു നിർത്തിയ മഹാനായ ശംസുൽ ഉലമാ നബ്ബറുല്ലാഹു മർഖദ. ആ മഹാൻ ചേർന്ന് നിന്ന കാലം നമ്മിൽ നിന്ന് കടന്നുപോയ, നഷ്ടപ്പെട്ടുപോയ ഏറ്റവും അടുത്ത നല്ല കാലമാണ്. അല്ലാഹുവേ, നല്ലവർ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്.
ഇപ്പൊ ഇവിടെ വന്ന ഈ മഹാന്റെ തൊട്ടു മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകി കടന്നുപോയ മഹാനായ കാലമ്പാടി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഹബ. ഞാൻ പറയുന്നത് കാലത്തെ നന്നാക്കുന്നത്, കാലത്തെ ജീവിക്കുന്നവർ ആണ്, അവരുടെ കർമ്മങ്ങളാണ്. ആ കാലത്ത് ജീവിക്കുന്ന മഹാന്മാരാണ് എന്റെ പ്രിയമുള്ളവരെ. ഓരോ കാലവും അതിന് ശേഷമുള്ള ഓരോ കാലവും അതിനു മുമ്പുള്ള കാലത്തെക്കാളും മോശമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയവരെ പോലെയുള്ള നല്ലവർ പിന്നീടുള്ള കാലഘട്ടത്തിൽ വരുന്നില്ല. മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഹബ. നിങ്ങൾ ചിന്തിക്കണേ, അല്ലാഹുവിൽ തവക്കുലുള്ള മഹാനായിരുന്നേ. അല്ലാഹുവിൽ തവക്കുലുള്ള മഹാനെന്നല്ല, റബ്ബിനെ പേടിച്ചു ജീവിച്ച മഹാൻ. ജീവിതത്തിൽ ഒരു ഭൗതികമായ സുഖാഡംബരങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത മഹാൻ. എന്തിനേറെ തന്റെ ഒരു ശിഷ്യനാണ്. തന്റെ ശിഷ്യൻ, നിങ്ങൾ ആലോചിക്കണേ, 2 ഷർട്ടേ ആ മഹാനുള്ളൂവെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ 3ാമതൊരു കുപ്പായം കൊണ്ടുപോയി കൊടുക്കപ്പെടാൻ മക്കയിൽ നിന്ന് വന്ന് ആദ്യത്തെ വർഷം ഒരു കുപ്പായം കൊണ്ടുപോയി കൊടുത്തു, ഒരു ഖമീസ്. അത് സന്തോഷത്തോടെ വാങ്ങി. 2ാം വർഷം വീണ്ടും ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ വീണ്ടും ഒരു ഖമീസ് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴാ പറഞ്ഞത്, വേണ്ടടാ, എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വല്ല ഉസ്താദെ ഒന്നുകൂടെ വെച്ചോളൂ. അപ്പൊ ചോദിച്ചത് ഇസ്റാഫല്ലേ? അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതവ്യയം ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലെന്നല്ലേ? അപ്പൊ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ ഞാനായി പോകുമോ? 3ാമത്തെ ഷർട്ട് വാങ്ങാൻ കൂട്ടാക്കിയില്ല, 3ാമത്തെ കുപ്പായം വാങ്ങാൻ കൂട്ടാക്കിയില്ല. ശിഷ്യൻ നിർബന്ധിപ്പിച്ചു, ഉസ്താദെ അവിടെ തന്നെ വെച്ചോളൂ, ഒന്ന് കീറിയാൽ ഇടാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കീറുന്നത് വരെ എനിക്ക് ആയുസുണ്ടെന്ന് എന്നോട് പറഞ്ഞതാരാണെന്ന് ചോദിച്ചു. 2 കണ്ണും ശിഷ്യന് നേരെ തുറച്ചു നോക്കിയ മഹാനായ കാലമ്പാടി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു മർഹബ. ആ മഹാന് 3 കുപ്പായമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതപ്പോഴാണ്. അഭിജപ്യം ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അതിൽ ഞാൻ പെട്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണേ. ആ മഹാന്റെ മനസ്സിന്റെ കരുത്ത് ചിന്തിക്കും. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ഒരാൾ ക്ലാസിന് വെളിയിൽ വന്നത്. ഉസ്താദിനോട് കിടക്കാൻ സമ്മതം ചോദിച്ചു. ക്ലാസ്സിലേക്കൊന്ന് കടന്നോട്ടെ, കിടക്കാൻ സമ്മതം കൊടുത്തു. ഉസ്താദ് നേരെ വന്ന ആൾ നേരെ അകത്തേക്ക് കടന്നിട്ട് കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് ചെവിയിലെന്തോ മന്ത്രിച്ചു. ഉസ്താദിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കുട്ടികൾ കേട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറഞ്ഞിട്ട് വീണ്ടും കുട്ടികൾക്ക് ദർശോതി കൊടുക്കുകയാണ്, കിതാബ് ഓതി കൊടുക്കുകയാണ്. ആ പിരീഡ് കഴിയുന്നതുവരെ, ആ പിരീഡ് അവസാനിച്ചപ്പോൾ കിതാബ് പൂട്ടി ശാന്തനായി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. കുട്ടികൾ അപ്പോഴാ കാര്യം തിരക്കിയപ്പോഴാ അറിഞ്ഞത് തന്റെ 2 മക്കൾ യാത്രയിൽ ആക്സിഡന്റായി പിടഞ്ഞു മരിച്ചിരിക്കുന്നു. അത് കേട്ട സമയത്തും മനസ്സിന്റെ താളം തെറ്റിയില്ല. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത മഹാൻ മനസ്സിന്റെ താളം തെറ്റിയില്ല. തന്റെ 2 പിഞ്ചുമക്കൾ തന്റെ 2 പെൺമക്കൾ പിടഞ്ഞു മരിച്ചുവെന്ന് കേട്ടപ്പോഴും മനസ്സിന് ചാഞ്ചല്യമില്ലാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ റബ്ബ് തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ശാന്തമായിരുന്നു. ഓതിക്കൊടുത്ത ഇൽമിന്റെ ഭാഗം ഓതിത്തീർത്തതിന് ശേഷമേ തന്റെ വീട്ടിലേക്ക് പോകുന്നു. മനസ്സിന് മാറ്റമുണ്ടായില്ല, വരട്ടി കരഞ്ഞില്ല. അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ച മഹാൻ. കേൾക്കണോ, നിങ്ങൾക്ക് ഇവിടെ വന്ന് കടന്നുപോയ മനുഷ്യനില്ല, ഇപ്പൊ ഇവിടെ എഴുന്നേറ്റ് പോയ മനുഷ്യൻ കണ്ടവരെ പോലെയുള്ളവരെ കാണാൻ വലിയ പ്രയാസം. അല്ലാഹുവേ, നല്ലവരെ നൽകി ഞങ്ങളുടെ കാലത്ത് നീ സമ്പന്നമാക്കണേ അല്ലാ. മട്ടന്നൂർക്കാരായ ഞങ്ങൾ, അതായത് ഞാൻ ജോലി ചെയ്യുന്ന നാട്ടുകാർക്ക് ഒരു അനുഭവമുണ്ട്. ആ നാട്ടിൽ ഇതേപോലെ ഒരു ദുആ സമ്മേളനത്തിന് വേണ്ടി എഴുന്നേറ്റ് പോയ മഹാന് വിളിച്ചു. ഈ ഉസ്താദിനെ വിളിച്ചൊരു ദിവസം ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വിളിച്ചതാണ്. പരിപാടിയുടെ 2 ആഴ്ച മുമ്പ് മഹല്ലു ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് അദ്ദേഹത്തെ വിളിച്ചു. ഈ മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ ക്ഷീണിതനാണ്, രോഗിയുമാണ്, എനിക്കൊറ്റക്ക് വരാൻ കഴിയില്ല. നിങ്ങളുടെ നാട് വളരെ ദൂരെയല്ലേ,
അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ വരുന്നുണ്ട്, എനിക്കൊറ്റക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് എന്റെ മകനെയും കൂടെ കൂട്ടുന്നുണ്ട്. അവന്റെ ടിക്കറ്റും എന്റെ കൂടെ കൂട്ടുമ്പോൾ അവന്റെ ടിക്കറ്റ് എടുക്കണം, അവന്റെ ചെലവ് കൂടെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് പൊരുത്തമാണോ? എന്ന് മട്ടന്നൂർ നിവാസികളോട് ചോദിച്ചാൽ ഈ മഹാനെ കുറിച്ച് പറഞ്ഞു തരും. തന്റെ മകനെ ആരോഗ്യം കാരണം തന്റെ കൂടെ കൂട്ടുമ്പോ അയാൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങളുടെ മഹല്ലു കമ്മിറ്റിയിലെ ചെലവിലാവുമല്ലോ. നിങ്ങൾക്കത് പൊരുത്തമാകുമോ? ഇല്ലെങ്കിൽ ഞാനതിന്റെ ചെലവ് വഹിച്ചുകൊള്ളാമെന്ന് 2 ആഴ്ച മുമ്പ് ഫോൺ ചെയ്തു പറഞ്ഞ മഹാൻ في قول كعب وفي قول ابن مصعب دهر به الحق مردود بأجمعه وما دهر به الحق مردود بأجمعه والظلم والبغي فيه غير مردود إن كان هذا ظلم يحدث له غيار لم يبق ميت ولم يفهم مولود. കണ്ടവരെ പോലെയുള്ളവരെ പിന്നീട് കാണാൻ കഴിയാത്ത കാലമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എന്റെ സമുദായത്തിന് അവസാന കാലം കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തെ റബ്ബിനിഷ്ടമല്ല, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെയും റബ്ബിനിഷ്ടമല്ല. ആരാണതോ റസൂലുള്ള പറഞ്ഞല്ലോ, കാലഘട്ടത്തിൽ എന്റെ സമുദായത്തെ നശിപ്പിച്ചു സമുദായത്തിൽ നേരെ ഒരുമിച്ച് കൂടുന്ന കാലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, നബിയേ, എല്ലാവരും ഞങ്ങളെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കാനുള്ള കാരണമെന്താ? ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ യാ റസൂലല്ലാഹ്? നബി പറഞ്ഞു, അല്ലല്ലാ ബൽ അൻതും കസീർ വലാകിന്നകും അല്ല, നിങ്ങളന്ന് എണ്ണത്തിൽ എത്രയോ കൂടുതൽ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ മലപ്പാച്ചിലുള്ള വെള്ളത്തിലെ ചണ്ടികളെ പോലെ ചണ്ടികളാവും. നിങ്ങളിൽ ഈമാൻ ഉണ്ടാവുകയില്ല, നിങ്ങളിൽ തഖ്വ ഉണ്ടാവുകയില്ല, നിങ്ങളിൽ നന്മകൾ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അതുകൊണ്ട് കാലം നന്നാകുന്നത് കാലത്ത് ജീവിക്കുന്നവർ നന്നാകുമ്പോഴാണ്. ഞാൻ അവസാനിപ്പിക്കും, ഏറെ പറയാൻ സമയമില്ല. കാലത്ത് ജീവിക്കുന്നവർ നന്നാവുമ്പോഴാണ്, കാലത്ത് ജീവിക്കുന്നവർ നന്നാവുന്നത് കർമ്മങ്ങൾ നന്നാകുമ്പോഴാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ നന്നാക്കി തരണമേ അല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിഷയങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അത് ഒരു ദിശയിലേക്ക് തിരിച്ചുവിട്ടുവെന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. നബി പറഞ്ഞു, ഏറ്റവും നാശം പിടിച്ച കാലമാണത്. ആ കാലത്തിന്റെ സ്വഭാവം റസൂലുള്ള പറഞ്ഞു, പലിശയും വ്യഭിചാരവും ഒരു നാട്ടിൽ വ്യാപിച്ചാൽ ആ നാടല്ലാഹു നശിപ്പിക്കാനുള്ള സമ്മതം മലക്കുകൾക്ക് നൽകുന്നത്. നബി പറഞ്ഞു, എന്റെ സമുദായം എന്ന മദ്യത്തിന്റെ പിന്നാലെയാകും, കള്ളിന്റെ പിന്നാലെയാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ പറയാ. ആ കാലത്തൊക്കെ ബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ഖബറിന്റെ അകത്ത് പോയി കിടക്കലാണ് ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ കാന ഉമറാഉകും ഖിയാറുകും വഅഗ്നിയാഉകും സുമഹാഉകും ഇദാ കാന അംറുകും ശൂറാ ബൈനകും. പുണ്യനബി പറയാൻ, നിങ്ങളുടെ നേതാക്കൾ നല്ലവരാവുകയും അതേപോലെ നിങ്ങളുടെ ധനികന്മാർ നല്ല ദാനശീലമുള്ള ആളുകളാവുകയും അംറുകും ശൂറാ ബൈനകും, നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്ന കാലമാണെങ്കിൽ ആ കാലത്ത് ജീവിക്കാൻ മരണത്തെക്കാളും നല്ലത്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ നിങ്ങളിലെ ഏറ്റവും വലിയ പ്രമാദികളായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി എല്ലാ വേണ്ടാപ്തികളും ദുർവൃത്തികളും തിന്മകളും തമ്മാടിത്തരങ്ങളുമുള്ള ആളുകൾ, ആ ആളുകളാണ് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇദാകാന ഉമറാഉകും ശിറാഖും, പിന്നെയോ വാഗനിയാഉകും ബുഖലാഉകും, നിങ്ങളുടെ ധനികന്മാർ പിശുക്കന്മാരാവുകയും പാമ്പുറുക്കും നിങ്ങളുടെ കാര്യങ്ങൾ ശിഥിലമായി പോവുകയും ചെയ്താൽ ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ അന്തർഭാഗമാണ് മുകളിനേക്കാളും നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒറ്റ ഹദീസോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് വിഷയം പറയാൻ സമയം കിട്ടിയില്ല. മഴ രണ്ടാമതും വരുന്നത് കൊണ്ട് നമ്മൾ പിരിയുകയാണ്. ഒറ്റ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലോ ശ്രദ്ധിക്കണേ, കാലഘട്ടം നാശമാകുന്നതെങ്ങനെ? കർമ്മങ്ങൾ മോശമാകുമ്പോഴാണ്. മഹാകള്ളൂടുക്ക് കുടിയന്മാർ മാത്രമുണ്ടാകുന്ന കാലം അത് മഹാമോശമാണ്. അതേപോലെ തിന്മകൾ വ്യാപിക്കുന്ന കാലം മഹാമോശമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, 4 കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നത്. ഇദാ കാന ആഖിറുസ്സമാൻ, ലോകം അവസാനത്തോടെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ എന്റെ സമുദായത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകും. അന്നുള്ള ജനങ്ങളിൽ ഉണ്ടാവുകയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, നബിയ പറയുകയാണ്, യർഫഉല്ലാഹുൽ ബർക്കത മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബർക്കത്തിനെ ഉയർത്തിക്കളയുന്നത്. എപ്പോ? ആളുകൾ മോശമാകുമ്പോൾ. ആള് നന്നാവുമ്പോഴോ ബർക്കത്ത് അല്ലാഹു വ്യാപിപ്പിച്ചു കൊടുക്കും. അതാ ഇമാം മഹദിയെ കുറിച്ച് പറഞ്ഞപ്പോ അന്നത്തെ ഒരു റുമ്മാൻ പഴം മതി ഒരു സംഘത്തിന് ഭക്ഷിക്കാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര അരി അവിടെ വെച്ചത്? അന്ന് ഒരു റുമ്മ മതിയാവും. ആക്കോട്ടൊരു ദ്വായ സമ്മേളനം നടക്കുമ്പോൾ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്ന് ഒരു റുമ്മാന്റെ തൊലി ചുവട്ടിൽ തണൽ കൊള്ളാൻ മാത്രം വിശാലമായിരിക്കണം റുമ്മാന്റെ തൊലിയെന്ന് അതിന്റെ പുറംതോടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ റുമ്മാൻ. എന്താ കാരണം? ഭൂമിയിലാകമാനം അക്രമം വ്യാപിച്ചിരുന്നത് പോലെ അതെല്ലാം മാറ്റിയിട്ട് ഇമാം മഹ്ദി ഭൂമിയിലാകമാനം നന്മ നിറക്കും. ആ നന്മ നിറക്കുമ്പോൾ അല്ലാഹു ഭൂമിയോട് പറയും, അഖ്രിജി ബർക്കത്തി, ഭൂമി നിന്റെ ബർക്കത്ത് നീ ജനങ്ങൾക്ക് പുറപ്പെടുവിച്ചു കൊടുക്കണേ. ആ സമയത്ത് ഫലങ്ങൾ ധാരാളം ഉണ്ടാകും. എന്നാൽ ഇന്നോ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുൻസഉൽ ബർക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബർക്കത്തിനെ ഉയർത്തിക്കളയുന്നത്. ഒന്നിലും ബർക്കത്തുണ്ടാവില്ല. സമയത്തിൽ വല്ല ബർക്കത്തുണ്ട്? ചിന്തിച്ചുക. ഇതന്നെ ഒരു ദിവസം വിശദീകരിക്കേണ്ട ഭാഗമാണ്. സമയത്തിൽ വല്ല ബർക്കത്തുണ്ടോ? രാവിലെ ആവുന്നു, വൈകുന്നേരം 48 വയസ്സ് എപ്പോഴെനിക്കായത് അറിഞ്ഞു തന്നെയില്ല. അടുത്ത റമദാൻ, ഒരു റമദാൻ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അറിഞ്ഞതേയില്ല. എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു ബർക്കത്ത് ഉയർത്തിക്കളയുന്നതാണ്. ശരിയല്ലേ? ഭക്ഷണം എന്തിനാ അല്ലാഹു തന്നത്? ആരോഗ്യം ഉണ്ടാവാനാ. എന്നാൽ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ രോഗിയായി പോവുകയാണ്. ഭക്ഷണം കഴിച്ചാൽ രോഗിയാവുകയാണ്. ഭക്ഷണം കഴിച്ചാൽ രോഗിയാവാൻ പാടില്ല. ഭക്ഷണം അല്ലാഹു ആരോഗ്യത്തിനാ തന്നത്. പക്ഷേ കഴിക്കുന്നതൊക്കെ രോഗത്തിന് ഹേതുകമാവുക. അല്ലാഹു ഭൂമിയിൽ നിന്ന് ബർക്കത്ത് ഉയർത്തിക്കളയും. കാരണം എന്താ? ഭൂമിയിൽ ആളുകൾ നന്മ ചെയ്യുന്നവരായി ഉണ്ടാവുകയില്ല. അകാലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോന്നിലേക്കും കടന്ന് വിശദീകരിക്കുന്നില്ല. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, ഖൽബുകളിൽ അല്ലാഹു റഹ്മത്തിനെ ഉയർത്തിക്കളയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ മനസ്സിലേ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ടി വരേണ്ടത്, സ്വന്തം പിതാവ് മകനെ ഹോസ്പിറ്റലിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കേണ്ടി വരുന്നത്, സ്വന്തം പിതാവും 2ാനമ്മയും കൂടി ഷഫീഖെന്ന് പറയുന്ന കുഞ്ഞുമോനെ കാല് തല്ലിയൊടിച്ചുവെന്ന് വായിക്കേണ്ടി വന്നത്. അതും ഈ സമുദായത്തിലോ എന്ന് ചിന്തിക്കും. ഉമ്മാക്കും ഉപ്പാക്കും ഭൂമി ലോകത്ത് ആകാശത്തിന് ചുവട്ടിലുള്ള ഏറ്റവും വലിയ സ്നേഹം പറയാൻ നമ്മൾ പറയാറുള്ളത് ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹമെന്നല്ലേ, വാപ്പാക്ക് മക്കളോടുള്ള സ്നേഹമെന്നല്ലേ. എന്നാൽ അതുപോലും പറയാൻ പറ്റാത്ത കാലമായി സ്വന്തം ഉമ്മയാണ് മകന്റെ കാൽ തല്ലിയൊടിക്കുന്നത്, സ്വന്തം ഉപ്പയാണ് മകന്റെ കാൽ അടിച്ചൊടിക്കുന്നത്. അടിച്ചൊടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധം മനസ്സുമായി കിടന്ന് പയ്യെ ആരോടും പറയാനില്ല. വീടിന്റെ അകത്തളത്തിൽ നിന്ന് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കവാടം അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ആർത്തുകറിയുന്ന ഈ കുട്ടി പതുക്കെ അല്പസമയം കഴിഞ്ഞ് എഴുന്നേറ്റവൻ വേച്ചു നടക്കുമ്പോ വീണ്ടും ഇരുമ്പിന്റെ കൊണ്ടുവന്ന് അതേ കാലിനടിച്ചു കാലിന്റെ തല്ലിയൊടിക്കുന്ന സ്വന്തം അച്ഛനും ഉപ്പയും വന്ന് വായിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്റെ പ്രിയമുള്ള സഹോദര, റഹ്മത മിനൽ ഖുലൂബ്,
കൽബുകളിൽ നിന്ന് അല്ലാഹു റഹ്മത്തിനെ ഉയർത്തിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാമെന്ന് പറഞ്ഞു. പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാമെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന രീതിയിൽ തലകുണിക്കേണ്ടി വന്നുവെന്ന് പ്രിയമുള്ളവരെ. പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാനെന്ന് പറഞ്ഞു സ്വന്തം ഭാര്യയെയും രണ്ട് പിഞ്ചുമക്കളെയും തന്റെ രക്തത്തിൽ പിറന്ന രണ്ട് പിഞ്ചുമക്കളെ, 4 വയസ്സായ ഒരു കുഞ്ഞുമോൾ, പിന്നെയോ 1.5 വയസ്സായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നു ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ മുറുകി കുടിക്കുന്ന പ്രായത്തിലുള്ള 1.5 വയസ്സുള്ള കുഞ്ഞുമോൾ ഡ്രസ് വാങ്ങി തിരിച്ചു വരുമ്പോഴല്ലേ ആരോരുമില്ലാത്ത പാടവച്ച് വയവക്കി സ്കൂട്ടർ നിർത്തിയിട്ട് തന്റെ വാഹനം നിർത്തിയിട്ട് തന്റെ വാഹനമടക്കം വെള്ളക്കെട്ടിലേക്ക് മറിച്ചിട്ടിട്ട് 1.5 വയസ്സുള്ള കുഞ്ഞുമോൾ വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ ആ കരച്ചിൽ പോലും സ്വന്തം രക്തത്തിന്റെ അംശത്തിന്റെ കരച്ചിൽ തന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചില്ല. ആ കാലമെന്ന് പറയുന്നത് കാരുണ്യത്തെ അല്ലാഹു ഖൽബിൽ നിന്ന് എടുത്തു മാറ്റുന്ന കാലമാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി വീണ്ടും പറഞ്ഞു, യർഫഉല്ലാഹുൽ അദ്ല മിനൽ ഹുക്കാം, ഭരണകർത്താക്കളിൽ നിന്ന് അല്ലാഹു നീതി എടുത്തു മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ എന്താ? നീതി ചെയ്യുന്ന ഭരണാധികാരികളൊന്നും ഉണ്ടാവുകയില്ല. കേൾക്കണേ നിങ്ങൾ, ഞാൻ പറഞ്ഞത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നമ്മെ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, അപ്പൊ കാലം നന്നാകുന്നത് കാലത്ത് ജീവിക്കുന്നവർ നന്നാവുമ്പോഴാണ്, അവരുടെ കർമ്മങ്ങൾ നന്നാവുമ്പോഴാണ് ആളുകൾ നന്നാവുന്നത്. ലോകാവസാനമാകുമ്പോ അവരുടെ കർമ്മങ്ങൾ മോശമാകും. എങ്ങനെയാ മോശമാകുമെന്ന് റസൂലുള്ള പറഞ്ഞത്? ഒന്നാളുകളുടെ കൽബിൽ കരുണയുണ്ടാവുകയില്ല. രണ്ടാമതായി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭരണാധികാരികൾ നീതി കാണിക്കാൻ തയ്യാറാവില്ല. മൂന്നാമതായി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, കുറ്റവാളിയെന്ന് എല്ലാവരും മനസ്സിലാക്കിയവന് വിചാരണ പോലും ചെയ്യാതെ, ഒരു വിചാരണ പോലും നടത്താതെ കുറ്റവിമുക്തനാക്കപ്പെടുന്ന കാലം ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യർഫഉല്ലാഹു ഹയാ മിനൻ നിസാ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെണ്ണിൽ ലജ്ജയുണ്ടാവുകയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിൽ നിന്ന് അല്ലാഹു ലജ്ജ ഉയർത്തിക്കളയുന്നതാണ്. പെണ്ണിൽ നിന്ന് അല്ലാഹു ലജ്ജ ഉയർത്തിക്കളയുന്ന കാലം. സ്വന്തം വാപ്പയെ നോക്കിയിട്ട് പറയാൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമിച്ചവനുണ്ട്, അവനെ എനിക്ക് പറ്റുമെന്ന് വാപ്പയുടെ മുഖത്ത് നോക്കി പെൺകുട്ടി പറയുന്ന കാലം. സ്വന്തം മകൾ പറയുന്ന കാലം. ഭർത്താവിനെ നോക്കിയിട്ട് നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അന്നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കാലം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിൽ ലജ്ജ എന്ന് പറയുന്നത് പെണ്ണിന് വലിയ ഭംഗിയാണ്. മാത്രമല്ല അൽഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ആ ലജ്ജ പെണ്ണിൽ നിന്ന് എടുത്തു കളയപ്പെടുന്ന കാലം, ആ കാലം വളരെ മോശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, നല്ലവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് റഹ്മുർറഹീമീനായ റബ്ബേ, നല്ല ആളുകളെ ഈ സമുദായത്തിന് നൽകി നീ അനുഗ്രഹിക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുബാറക് എടവണ്ണപ്പാറ, മൈക്ക് പോയിട്ടുണ്ട്. മുബാറക് കേൾക്കുന്നുണ്ടോ? മുബാറക് എടവണ്ണപ്പാറ DC ആയോ? ഏതായിരുന്നാലും ആ കോട്ടിൽ നിന്ന്
മുസ്തഫ ഹുദവിയുടെ പ്രഭാഷണമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. വളരെ നല്ല ഒരു പ്രഭാഷണമായിരുന്നു. ഏതായിരുന്നാലും മുബാറക്ക് തിരിച്ചു വരും. ഏതാനും നിമിഷങ്ങൾക്കകം മുബാറക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുബാറക്ക് എത്തിയാൽ റൈസാൻ ചെയ്യുക. ഇന്ന് പുതിയ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അമീർ സാഹിബിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഏതായിരുന്നാലും ഈ പരിപാടിക്ക് ശേഷം പുതിയ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഏതാനും നിമിഷങ്ങൾക്കകം മുബാറക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു പ്രഭാഷണമായിരുന്നു. മുസ്തഫ ഹുദവി ആക്കോട് കണ്ണിയത്തുസ്താദിനെയും ഷംസുലുലമയൊക്കെ കുറിച്ച് അനുസ്മരിച്ച നല്ല ഒരു പ്രഭാഷണം. മുബാറക്ക് എത്തി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്നെ പോലെയുള്ള എന്റെ ചെറുപ്പക്കാരോട് എല്ലാം ശ്രദ്ധിക്കണം. അതൊന്നുമല്ല കളി. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല കളി. ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ട ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അമ്പലത്തിൽ അഹമ്മദ് മുസ്ലിയാർ ഇതിന്റെ ഓരത്ത് കിടക്കുന്നുണ്ട്. മറന്നുപോയോ നമ്മിൽ പല ആളുകളുടെയും സുഹൃത്തായിരുന്നില്ലേ? നിങ്ങളിൽ പല ആളുകളുടെയും സമപ്രായക്കാരനായിരുന്നില്ലേ? കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടില്ല, പത്രത്തിൽ വായിച്ചത് സൗദി അറേബ്യയിൽ നിന്ന് മരണപ്പെട്ടിട്ട് മറ്റേതോ ഗൾഫ് രാജ്യത്ത് നിന്ന് മരിച്ചിട്ട് ഈ നാട്ടിലെ കുഞ്ഞാവ എന്ന് പറയുന്ന നിങ്ങളുടെ പല ആളുകളുടെയും സുഹൃത്തായ ഒരാൾ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് ഈ ഖബർസ്ഥാനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണേ. ഒന്നിനിത് പറയാൻ കളിയല്ല, ഇതാണ് കാര്യം. ഇതാണ് കാര്യം. കിടക്കണം എത്ര കാലം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊറുന്നവരെ കിടക്കണമെന്റെ സഹോദര. ആരുടെ കൂടെ? അന്ന് നമ്മളോട് കളി പറയാനുള്ളവൻ കൂടെയില്ല, തമാശ പറയാനുള്ളവൻ കൂടെയില്ല, ഇൻകിലാബ് കളിക്കാൻ മുമ്പിൽ നിന്നവൻ കൂടെയില്ല, എന്നെ പഴപ്പിച്ചവൻ കൂടെയില്ല, മദ്യക്കുപ്പി വാങ്ങിത്തന്നവൻ കൂടെയില്ല, രസം പറഞ്ഞിരിക്കാനുണ്ടായവൻ കൂടെയില്ല, വണ്ടിയിൽ തന്റെ കൂടെ ക്ലീനറായി വർത്തിച്ചവൻ കൂടെയില്ല. ആരാ കൂടെയുള്ളതാണോ? അപ്പോൾ ആരോരും കാണാതെ നിങ്ങളൊന്ന് പൊളിച്ചു നോക്ക്. മരിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും വരാനുള്ള രംഗം മനസ്സിലാകും എന്റെ സഹോദര. 10 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചാൽ മതി. കണ്ണ നിറയെ പുഴുക്കളാ, ഹറാമ കണ്ട കണ്ണാൻ പുഴുക്കൾ മത്സരിച്ചു തിന്നുകയാണ്. മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, ചെവി നിറയെ പുഴുക്കളാണ്, നാവിൽ പുഴുക്കൾ കടന്ന് ഉരുണ്ട മറിയുകയാണ്, ശരീരം നിറയെ പുഴുക്കളാണ്. എടാ പെമ്മാടി, എന്റെ റബ്ബിനെ ധിക്കരിച്ചവനെ, എന്റെ റബ്ബിനെ ധിക്കരിച്ചു നടന്നവനെ പുഴുക്കൾ മത്സരിക്കുകയാണ് എന്റെ സഹോദര. മാത്രമല്ല ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ സർപ്പങ്ങളുടെ വീടാണ്, ഞാൻ തേലുകളുടെ വീടാണ്. എന്നിലേക്കാ നിങ്ങൾ കടന്നു വരേണ്ടതെന്ന് ഓരോ സെക്കൻഡിനും ഒരു വിളിച്ചു പറയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പ് കടന്നുപോയവരുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, അവരുടെ ഖബറുകളൊക്കെ നീ വെളിച്ചമാക്കി കൊടുക്കണമല്ലോ, വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സഹോദരങ്ങളെ, അവരുടെ അവസ്ഥ എന്തെന്ന് നമുക്കറിയുമോ? ഇതാണ് നമ്മുടെ കഥയെങ്കിൽ ഇന്ന് പോയി നോക്ക്. ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയാൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ? ഒരു 5 മിനിറ്റ് ലൈറ്റെല്ലാം ഓഫാക്കി ആളുകളൊക്കെ പോയാൽ ആരെങ്കിലും ഒരാൾ ഒരു 5 മിനിറ്റ് നേരം അവിടെ അതിന്റെ വക്കീലൊന്ന് പോയിരിക്കുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ഭയമെങ്കിൽ അതിനകത്ത് കിടക്കുന്ന രംഗം എങ്ങനെയാകും എന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് ചിന്തിക്കണം. അതാ നമ്മുടെ അവസാനം, അതാണ് നമ്മുടെ അവസാന രംഗം. അങ്ങനെയാണ്. എത്ര 5 or 10 കൊല്ലമാണെങ്കിൽ സഹിച്ചു പോരാമായിരുന്നു. ആജീവനാന്തം എന്ന ശിക്ഷയാണെങ്കിൽ ഒരു 12 or 24 കൊല്ലം കടന്ന് തിരിച്ചു വരാമായിരുന്നില്ല. ഇസ്രാഫീൽ ഓതുന്നവരെ
പിന്നെ അങ്ങനെയാ കിടത്തും. അതുകൊണ്ട് ആ ജീവിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വെറുതെ നമ്മളൊക്കെ വിബോധമുള്ളവരാക്കി തുറയണമല്ല. എഴുന്നേറ്റ് നിൽക്കൂ, ദുആ ചെയ്യുകയാണ്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ അല്ലാ, ഞങ്ങളോട് നീ മാഫ് ചെയ്യണമേ അല്ലാ. ഒരു 3 സ്വലാത്ത് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.